ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെ ഇൻട്രോ പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചെറുക്കുട്ടനും അമ്മാമ്മയാണ് കേട്ടോ. ഇന്ന് നമ്മള് നല്ല ഹെൽത്തി ആയിട്ട് നവരരി കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ കാച്ചിൽ വെച്ചിട്ട് ഒരു പുഴുക്ക് എന്നുവെച്ചാല് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ സൈഡില് കഴിക്കാനായിട്ട് ഒരു ഡിഷും കൂടി ഉണ്ടാക്കാൻ പോവാണ് ഗേസ്. എന്റെ ചെറുക്കുട്ടനാണേലേ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് നവരരി കഞ്ഞിയൊക്കെ അമ്മമ്മ വെച്ച് കൊടുക്കും. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടില് മക്കൾക്ക് വെച്ചു കൊടുക്കുന്ന കഞ്ഞിയാണ് കേട്ടോ. അപ്പം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് കരുതി. അപ്പം എല്ലാരും നമ്മുടെ മായാൻ ചെറിയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം. അങ്ങനെ കുഞ്ഞു മക്കൾക്കൊക്കെ ഈ നവരരി കഞ്ഞി ഉണ്ടാക്കി കൊടുക്ക ഗെയ്സ്. ചെറിക്കുട്ടന് ലൈക്ക് കൊടുക്കാണേ ഗെയ്സ്. അമ്മാമ്മയുടെ കൂടെ കിച്ചണിൽ നിന്ന് കുക്കിംഗ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് കൊതിയും വരും. കണ്ടോ, ഭയങ്കര കൊതിയാണ് ഈ ഫുഡൊക്കെ കാണുമ്പോ കേട്ടോ. കുറച്ചു ദിവസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് എന്റെ പാവ ചോറൊക്കെ കഴിക്കാൻ പോവാണ്. ചെറുക്കുട്ടന് ഉറക്കം വരുന്നുണ്ട്, കരയുന്നതല്ല, കണ്ണി കൂടെ വെള്ളം വരുന്നതാ കേട്ടോ. പിന്നെ അമ്മാമ്മയുടെ കുക്കിംഗ് കൊണ്ട് ഇങ്ങനെയൊക്കെ എല്ലാം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടവാ. പിന്നെ ഈ കാച്ചിൽ വെച്ചിട്ടുള്ള ഡിഷ് ഉണ്ടല്ലോ, അതാണെങ്കിൽ ചപ്പാത്തിക്കും ചോറിനും കഞ്ഞിക്കും ഒക്കെ പറ്റിയൊരു ഡിഷാണേ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ടാറ്റാ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് കേട്ടോ നവരരി. ഞാൻ ഇവിടെ എപ്പോഴും സ്റ്റോക്കാണ് എൻ്റെ. നവരരി ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷമേ ഇത് ഒരുപാട് വേവാനുണ്ട് കേട്ടോ. നല്ല വേവുള്ള അരിയാണേ. അപ്പോൾ 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നത്. എനിക്കിന്ന് 1 മണിക്കൂറേ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് സമയം കിട്ടിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മിക്സി ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിനുശേഷം കുക്കറിലിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ടും വെളുത്തുള്ളിയും കൂടി, എത്ര വെളുത്തുള്ളി നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ട് എൻ്റെ പാലെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഞാനൊരു 10 ഫിസിലെങ്കിലും കേട്ടു, അപ്പോഴാണ് നന്നായിട്ടൊന്ന് വെന്തത്. നല്ല ഈസിയാണ്, ഒരുപാട് ഹെൽത്തിയാണ് കേട്ടോ. എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്യാത്തവർ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് റെഡിയാക്കി എടുത്തു. ഇത്രയേ ഉള്ളൂ കഞ്ഞിയുടെ. അടുത്ത കഞ്ഞിക്ക് സൈഡ് ഡിഷായിട്ട് കാച്ചിൽ വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ. കാച്ചിൽ ചെത്തി കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു പാനിൽ വെച്ച് കൊടുക്കുക. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം വെച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഊറ്റിയെടുക്കാം. കുക്കറിൽ വേവിക്കുന്നെങ്കിൽ വേവിച്ചെടുക്കാം. ഞാൻ പക്ഷേ കുക്കറിലിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഊറ്റി തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഈ ഐസ്ക്രീമിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഇവിടെ ഡെയിലി ഉച്ച സമയമാകുമ്പം ഐസ്ക്രീം കൊണ്ടുപോകും. പക്ഷേ ഞാൻ വാങ്ങിക്കാൻ നോക്കുമ്പോൾ എൻ്റെ മക്കൾ സമ്മതിച്ചിട്ടില്ല. ഐസ്ക്രീം കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. നമ്മളൊരു പാൻ വെച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, വറ്റൽമുളകും കടുകും കറിവേപ്പില ഉഴുന്ന് പെരിഞ്ചീരകം ഇട്ട് കടുക് വറുത്തതിന് ശേഷം 3-4 അല്ലി ചെറിയ ഉള്ളി, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ചെറിയ ഇഞ്ചിയും കൂടി നല്ല ചതച്ചെടുക്കുക. അതുകൂടി ആഡ് ചെയ്ത് വശക്കി കൊടുക്കുക. 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നല്ല ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഈ മഞ്ഞൾപ്പൊടി, വേറെ പൊടികളൊന്നും ആവശ്യമില്ല, മഞ്ഞൾപ്പൊടി മുളക് പൊടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കാച്ചിൽ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടല്ലോ, സ്പൂൺ വെച്ച് നല്ല വെന്താലേ ഉടഞ്ഞു വരത്തുള്ളേ. അപ്പം ഉടച്ചെടുത്തതിന് ശേഷം ഇതിലെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത അടിപൊളി റെസിപ്പിയാണേ. ചൂട് ചോറിൻ്റെയും കഞ്ഞിയുടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെയും എല്ലാം പറ്റിയൊരു റെസിപ്പിയാണ്. കാച്ചിൽ ഇഷ്ടമായുള്ളവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് തേങ്ങ വേണേൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ തേങ്ങ കുറച്ച് ഇരുന്നതുകൊണ്ട് ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പം കാച്ചിൽ കറിയും കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളൊരു പ്ലേറ്റിൽ കഞ്ഞി എടുത്തു വെച്ചു. അതിനുശേഷം കാച്ചിലും ഇട്ടു. പിന്നെ അച്ചാറായിട്ട് ഇവിടെ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. പിന്നെ മോളാണെങ്കിൽ വലിയ മാങ്ങ എടുത്തിട്ട് അച്ചാറുണ്ടാക്കി, അതുകൂടി വെച്ച് കഴിച്ചു. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെ വിലയേറെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.